ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോർഷൻ എന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എ സിമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ്, ഒരു സിമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര ബിറ്റ് മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ബിറ്റ് മെമ്മറിയാണ്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് 1 ബിറ്റ് മെമ്മറിയാണ് എപ്പോഴും സ്റ്റോർ ചെയ്യുക. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. 1 ബിറ്റ് മെമ്മറിയാണ് ആൻസർ. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ബിറ്റ്, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ 2 ബിറ്റ്, അങ്ങനെ പോവും. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, 1 ബിറ്റ് മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർനോഫ് മാപ്പ് വിത്ത് 4 വേരിയബിൾ ഹാസ് ഡാഷ് സെൽസ്. 4 വേരിയബിൾസ് ഉണ്ടാവും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ABCD ഇങ്ങനെ 4 വേരിയബിൾസ് ആണ് ഉണ്ടാവുമെങ്കിൽ കെ മാപ്പിൽ എത്ര സെൽസ് ആണ് ഉണ്ടാവുക? 2⁴, അതായത് 16 സെൽസ് ആണ് ഉണ്ടാവുക. നമുക്കറിയാം ABCD ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എത്ര സെൽസ് ആണ് നമ്മൾ അത് ഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാവുക? 16 സെൽസ് ആണ്. അത് കണ്ടുപിടിക്കുന്നത് 2n വെച്ചിട്ടാണ്. ഇത് 3 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 2�3 8 സെൽസ് ആണ് ഉണ്ടാവുക. അതെങ്ങനെയാ വരിക? ABC 3 വേരിയബിളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ ഇങ്ങനെയായിരിക്കും വരിക സെൽസ്. എന്താണ്? 1 2 3 4 5 6 7 8 സെൽസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി 16 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൗണ്ടർ ഈസ് എ ഡാഷ്. കൗണ്ടർ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ആണോ കോമ്പിനേഷണൽ ആണോ? കൗണ്ടർ എന്ന് പറയുന്നത് ഒരു മെമ്മറി ഉള്ള സർക്യൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സീക്വൻഷ്യൽ സർക്യൂട്ട് ആയിരിക്കും. സോ 54 ഓപ്ഷൻ എ ആണ് ആൻസർ, സീക്വൻഷ്യൽ സർക്യൂട്ട്. കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് അതിലൊരു ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ പ്രസന്റ് ഇൻപുട്ട് ആയിരിക്കും. പക്ഷേ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിന്, ഇതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. നമ്മൾ പറഞ്ഞ പോലെ കോമ്പിനേഷണൽ സർക്യൂട്ടിനെ സീക്വൻഷ്യൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് ആയിട്ട് മെമ്മറി ഉണ്ടാവും. എവിടേക്ക്? ഇൻപുട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് എന്ന് പറയുന്നതിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ മെമ്മറിയെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് ഇൻപുട്ട് ആൻഡ് പ്രീവിയസ് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ സീക്വൻഷ്യൽ സർക്യൂട്ട്. ഇത് മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following logic family IC is fastest? ഫാസ്റ്റസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ECL എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ്. എമിറ്റർ കപ്പിൾഡ് ലോജിക്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് എമിറ്റർ കപ്പിൾഡ് ലോജിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു BJT ലോജിക് ഫാമിലിയാണ്. ഇത് ഹൈ സ്പീഡ് അച്ചീവ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഹൈ സ്പീഡ് അച്ചീവ്ഡ് ബൈ റിലേറ്റീവ്ലി സ്മോൾ വോൾട്ടേജ് സ്വിംഗ് ആയിരിക്കും ഇതിന്. അത് മാത്രമല്ല, ഇതിന് ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സിനെ സാച്ചുറേഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ലോജിക് ഫാമിലിയാണ് ECL. സാച്ചുറേഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിലൂടെ തന്നെ എന്താണ്? സ്റ്റോറേജ് ഡിലേ ടൈം അവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫാസ്റ്റസ്റ്റ് മെമ്മറി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ECL എന്ന് പറയുന്നതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലോജിക് ഫാമിലി. CMOSന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? CMOS എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. അത് മാത്രമല്ല, ഇത് എല്ലാ മൈക്രോ പ്രോസസർ ചിപ്സിലും ഇപ്പൊ യൂസ് ചെയ്യാറുണ്ട് CMOS. അതേപോലെ തന്നെ ഇത് മോസ്റ്റ് കോമൺ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ലോ പവർ കൺസംഷൻ ആണ്. ഓക്കെ, ലോ പവർ കൺസംഷൻ ആണ്. പക്ഷെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് സ്റ്റാറ്റിക് ഡിസ്ചാർജസും വോൾട്ടേജ് സ്പൈക്സ് ഒക്കെ വരുമ്പോൾ ഈസിലി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് TTL ആണ്. TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. ഇത് കുറെ മുന്നേ ഡെവലപ്പ് ചെയ്തതാണ്. അതുപോലെ തന്നെ മോസ്റ്റ് റഗ്ഡ് ആണ്. അതേപോലെ ലീസ്റ്റ് സസെപ്റ്റബിൾ ടു ഇലക്ട്രിക്കൽ ഡാമേജ് ആണ് നമ്മുടെ TTL എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്തോളാം. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും കമ്പാരിസൺ നമുക്ക് മനസ്സിലാവും. അത് ഓർത്ത് വെച്ചിരുന്നാൽ ഏതാണ് ഫാസ്റ്റസ്റ്റ്, ഏതാണ് പവർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, ഏതാണ് ലോ പവർ കൺസംഷൻ, ഇതൊക്കെ ഒറ്റ ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡാഷ് ആഫ്റ്റർ ദ പ്രൊപ്പഗേഷൻ ഡിലേ. എന്താണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിലെ S എന്ന് പറയുന്ന ഇൻപുട്ട് ഒരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്ത് R ലേക്ക് കണക്ട് ചെയ്യുന്ന
ഒരു സർക്യൂട്ട് ആണ്. അപ്പോൾ SRന്റെ ഇൻപുട്സ് രണ്ടും കൂടെ നോട്ട് ഗേറ്റ് വെച്ച് ഷോർട്ട് ചെയ്ത് വെക്കുന്നു. ഇടയ്ക്ക് നോട്ട് ഗേറ്റ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് തന്നെ ആയിരിക്കും. ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. ഡിയുടെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ഇൻപുട്ട് ഫോളോസ് ഔട്ട്പുട്ട് എന്നുള്ളതായിരിക്കും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മോഡ് 10 കൗണ്ടർ ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ കാസ്കേഡഡ്? ഇവിടെ പറയുന്നത് മോഡ് 10 കൗണ്ടേഴ്സ് ആണ്. ഈ മോഡ് തന്നിരുന്നാൽ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് നമ്മൾ 2n വെച്ചിട്ടാണ്. 2n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ആയിരിക്കും. ഇവിടെ 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് വരുമ്പോൾ 2n ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. നമുക്ക് 3 കൊടുത്തു നോക്കാം. 3 കൊടുക്കുമ്പോൾ എത്രയാ കിട്ടിയ? 8 കിട്ടുള്ളൂ. അപ്പൊ അത് 10നേക്കാൾ ഗ്രേറ്റർ അല്ല. അതുകൊണ്ട് തന്നെ ഒബിയസ്ലി എന്തായിരിക്കും? 4 ആയിരിക്കും. ഇത് കറക്റ്റ് ആവുമല്ലോ. ഇത് 16 ആണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ബൂളിയൻ ആൾജിബ്രയുടെ സിംപ്ലിഫിക്കേഷന് വരുന്ന ഒരു റൂൾ ആണ്. a പ്ലസ് a ബാർ ഈക്വൽ ടു എന്താണ്? 1 ആണ്. a എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ a ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? 1 ആയിരിക്കും. അതേപോലെ a എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ a ബാർ 1 ആയിരിക്കും. ദെൻ ഓൾസോ ആൻസർ 1 വരും. അപ്പോ a പ്ലസ് a ബാർ ഈക്വൽ ടു 1 ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് ഇൻറ്റു ആയിരുന്നെങ്കിൽ, a ഇൻറ്റു a ബാർ എന്നായിരുന്നു എങ്കിൽ എന്ത് വന്നേനെ? 0 എന്ന് വന്നേനെ. ഇതെന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റിനെയും ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓർ ഗേറ്റിനെയും ആണ്. ഓർ ഗേറ്റ് എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് a പ്ലസ് ബിയും ആൻഡ് ഗേറ്റിൻ്റെത് a ഇൻറ്റു ബി അല്ലേ? സെയിം അത് തന്നെയാണ് ഇവിടെയും റെപ്രസെന്റ് ചെയ്യുന്നത്. a പ്ലസ് a ബാർ ഈക്വൽ ടു 1. a ഇൻറ്റു എവിടെ വന്നാലും അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കാം. പ്ലസ് സൈൻ വരുന്നിടത്തെല്ലാം ഓർ ഗേറ്റിന്റെ ഓപ്പറേഷൻ ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ട്രൂത്ത് ടേബിൾ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ കണ്ടീഷൻ J ഈക്വൽ ടു K ഈക്വൽ റെപ്രസെന്റ് എന്താണ്? J ഈക്വൽ ടു K ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് നമ്മുടെ ടോഗിൾ കണ്ടീഷൻ. ടോഗിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 0 1 0 1 ഇങ്ങനെ ഔട്ട്പുട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ മിക്ക കൗണ്ടേഴ്സിലും യൂസ് ചെയ്യുന്നു. കൗണ്ട് ചെയ്യാനായിട്ട് ഔട്ട്പുട്ട്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ കൗണ്ടേഴ്സിൽ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ടോഗിൾ കണ്ടീഷൻ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി കൗണ്ടർ. ഏതൊരു കൗണ്ടറിന്റെയും, കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതും ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് തന്നെ ആയിരിക്കും. എന്താണ് അപ്പൊ ആൻസർ വരിക? ഓപ്ഷൻ ഡി, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൗണ്ടേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൗണ്ടേഴ്സ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ്. കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാറില്ല. ഫേസ് റിലേഷൻഷിപ്പിനും യൂസ് ചെയ്യാറില്ല. അവിടെ ഫേസ് ചേഞ്ചിങ് ഒന്നും ഉണ്ടാവുന്നില്ല, കറണ്ടും ഇല്ല. പക്ഷെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അത് എങ്ങനെയാണ് ഫ്രീക്വൻസി നമ്മൾ കൗണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുക? കൗണ്ടർ യൂസ്ഡ് ടു മെഷർ നമ്പർ ഓഫ് ഇവന്റ്സ് ഓർ ഒക്കറൻസ്. നമ്പർ ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ ഒക്കറൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൗണ്ടേഴ്സ് യൂസ് ചെയ്യുമല്ലോ. അപ്പോ ബൈ കൗണ്ടിങ് നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് എ സിഗ്നൽ ഓവർ എ ഫിക്സഡ് പീരീഡ് എന്ന് പറയുന്നതിന് എന്താ പറയുന്നത്? ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഡിലേയും നമുക്ക് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്യൂട്ട് വിത്ത് മെനി ഇൻപുട്സ് ബട്ട് ഓൺലി 1 ഔട്ട്പുട്ട്. മെനി ടു വൺ എന്ന് പറയുന്ന സർക്യൂട്ട് ഏതാണ്? ഒരു മൾട്ടിപ്ലെക്സർ ആയിരിക്കും. ഓക്കെ, മൾട്ടിപ്ലെക്സർ ആയിരിക്കും. എ സർക്യൂട്ട് വിത്ത് മെനി ഇൻപുട്ട് ബട്ട് ഓൺലി 1 ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് മക്സ് ആണ്. ഡിമക്സ് ആണെങ്കിൽ 1 to many എന്നായിരുന്നേനെ. ഓക്കെ, ഡിമക്സ് ആയിരുന്നു എങ്കിൽ എന്തായിരുന്നേനെ? 1 to many. അതായത് മെനി ഇൻപുട്ട് ടു 1 ഔട്ട്പുട്ട് ആണെങ്കിൽ മൾട്ടിപ്ലെക്സറും 1 ഇൻപുട്ട് ടു മെനി ഔട്ട്പുട്ട് ആണെങ്കിൽ ഡിമക്സും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹാഫ് ആർഡർ സർക്യൂട്ട് ക്യാൻ ആഡ് ഡാഷ് ബിറ്റ് അറ്റ് എ ടൈം. ഹാഫ് ആർഡറിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാ വരിക? 0 0 0 1 1 0 1 1. ഇവിടെ തന്നെ നമുക്ക് കാണാം എന്താണ്? നമുക്ക് ഹാഫ് ആർഡർ എന്ന് പറയുന്നതിൽ
ഓൺലി 2 ബിറ്റ്സ് ആണ് അറ്റ് എ ടൈം. ഇത് സം വരും, ഇത് ക്യാരി വരും. സം എന്ന് പറയുന്നത് 0 1 1 0 0 0 0 1 ഇതായിരിക്കും. സമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എക്സോർ ഗേറ്റും ക്യാരിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആൻഡ് ഗേറ്റും ആയിരിക്കും. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ 2 ബിറ്റ്സിന്റെ അഡിഷൻ ആണ്. ഫുൾ ആഡർ വരുമ്പോ എങ്ങനെയാ വരിക? 0 0 0 0 0 1 ഇങ്ങനെയായിരിക്കും ട്രൂത്ത് ടേബിൾ വരിക. അപ്പോൾ 3 ബിറ്റ്സിന്റെ അഡിഷൻ ആണ്. 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ട്സ്. 2 ഔട്ട്പുട്ട്സ് എന്തൊക്കെയാ? സമ്മും ക്യാരിയും. ഇവിടെയും 2 ഔട്ട്പുട്ട്സ് തന്നെയാണ്, പക്ഷെ 2 ഇൻപുട്ട്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 2 ബിറ്റ് അഡിഷൻ ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിംഗിൾ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ്? നമ്മൾ പറഞ്ഞതാണ് സിംഗിൾ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സിന് എക്സാമ്പിൾ ഡി ആണ്. അതേപോലെ തന്നെ വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതും സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ എന്താണുള്ളത്? RS സിംഗിൾ ഇൻപുട്ട് അല്ല, JKയും സിംഗിൾ ഇൻപുട്ട് അല്ല, ക്ലോക്ക്ഡ് RSഉം സിംഗിൾ ഇൻപുട്ട് അല്ല. സോ ഓപ്ഷൻ ബി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മുടെ സിംഗിൾ ഇൻപുട്ട്. അതെന്ന് പറയുന്നത് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0, ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ടും 1 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? RS ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട്സ് R എന്ന് പറയുന്നതിന്റെ നോട്ട് ഗേറ്റ് കൊണ്ട് കണക്ട് ചെയ്ത് S എടുക്കുന്നു. എന്നിട്ട് R എന്ന് ഇൻപുട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് നോട്ട് ഗേറ്റ് ഈസ് ടു. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും, ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താ അവിടെ ചെയ്യുന്നത്? ഇൻവേർട്ടിംഗ് ആക്ഷൻ ആണ് ചെയ്യുക. സോ ഇൻവേർട്ട് ആൻഡ് ഇൻപുട്ട് സിഗ്നൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a logic circuit that has a high output only when all its inputs are low is dash gate. ഇവിടെ പറയുന്നത് നമുക്ക് ഇൻപുട്ട് എ ബി എന്നും ഔട്ട്പുട്ട് y എന്നും റെപ്രസെന്റ് ചെയ്താൽ 0 0 0 1 1 0 1 1 ഇതാണ് ഇൻപുട്സ് എന്നിരിക്കട്ടെ. അപ്പോ എന്താണ് ഔട്ട്പുട്ട് വരിക? എ ലോജിക് സർക്യൂട്ട് ദാറ്റ് ഹാസ് എ ഹൈ ഔട്ട്പുട്ട് ഓൺലി വെൻ ഓൾ ദ ഇൻപുട്സ് ആർ ലോ. ഓൾ ദ ഇൻപുട്സ് ലോ ആവുമ്പോൾ മാത്രമേ ഹൈ ഔട്ട്പുട്ട് വരുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം എന്തായിരിക്കും? ലോ ഔട്ട്പുട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരിക. ഇങ്ങനെ വരുമ്പോൾ ഇത് എന്തിന്റെ ട്രൂത്ത് ടേബിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. ഓർ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഈ തന്നിരിക്കുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓർ ഗേറ്റിൽ എങ്ങനെയാ വരിക? ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് 1 ആവും. എന്നിട്ട് 0 0 വരുമ്പോൾ 0 ആവും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോർ ഗേറ്റ് ആണ് ഇവിടെ ട്രൂത്ത് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, നോർ ഗേറ്റ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.